ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രമായ ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കുവാനുള്ള രഹസ്യ നീക്കമാണ് അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെ പൂർണ്ണമായും കീഴ്പ്പെടുത്താൻ സാധിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് അമേരിക്ക ഗാർഗ് ദ്വീപിലേക്ക് ഉന്നം പിടിച്ചത്. ഈ ദ്വീപിൽ നിന്നാണ് ഇറാന്റെ എണ്ണ കച്ചവടം ഏറിയ പങ്കു നടക്കുന്നത്. ഇറാന്റെ സാമ്പത്തിക ശേഷിയുടെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കുന്ന ഗാർഗ് ദ്വീപ് പിടിച്ചെടുത്ത യുദ്ധം അവസാനിപ്പിക്കുവാനാണ് അമേരിക്ക ലക്ഷ്യം വെച്ചത്. എന്നാൽ ഈ നീക്കം മുളയിലെ നുള്ളുന്ന സമീപനമാണ് ഇറാനിൽ നിന്നുണ്ടാകുന്നത്. അങ്ങനെ ഞങ്ങളുടെ സമ്പത്തിന് മേൽ കൈവെക്കേണ്ടെന്ന അന്ത്യശാസനം അമേരിക്കയ്ക്ക് നൽകിയ ഇറാൻ ശക്തമായ സൈനിക നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇറാന്റെ ആകെ എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്നത് ഈ തന്ത്രപ്രധാനമായ ദ്വീപ് വഴിയാണ്. ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ ഇറാനെ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരമൊരു കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നത്. ഇതിന്റെ ഭാഗമായി 5000-ഓളം മറീൻ സൈനികരെയും 1000-ഓളം പാരാട്രൂപ്പർമാരെയും US മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട്. എന്നാൽ അമേരിക്കൻ നീക്കത്തെ പ്രതിരോധിക്കാൻ ഇറാൻ ദ്വീപിന് ചുറ്റും അതീവ സുരക്ഷാ വലയമാണ് തീർത്തിരിക്കുന്നത്. US സൈന്യം വന്നിറങ്ങാൻ സാധ്യതയുള്ള തീരപ്രദേശങ്ങളിൽ ടാങ്ക് വിരുദ്ധ മിസൈലുകളും മനുഷ്യർക്ക് അപകടമുണ്ടാക്കുന്ന പടക്കക്കിണികളും ഇറാൻ വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ വിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക മാൻപാറ്റൺ മിസൈലുകളും വൻതോതിൽ ദ്വീപിലെത്തിച്ചിട്ടുണ്ട്. മാൻഹട്ടന്റെ 1/3 മാത്രം വലിപ്പമുള്ള ഈ ചെറിയ ദ്വീപ് പിടിച്ചെടുക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികളൊന്നാണ്. US സേന ഗാർഗിലിറങ്ങിയാൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളും ജീവഹാനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനോടകം തന്നെ അമേരിക്കൻ സൈന്യം ദ്വീപിലെ 90-ഓളം സൈനിക കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തെങ്കിലും എണ്ണ സംഭരണ കേന്ദ്രങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കിയിരിക്കുകയാണ്. ഇറാന്റെ ഭാഗത്തു നിന്ന് കനത്ത പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും ഇത് തങ്ങളുടെ രാജ്യങ്ങളെ കൂടി ബാധിക്കുമെന്നും ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. യുദ്ധം കേവലം മിസൈൽ ആക്രമണങ്ങളിൽ ഒതുങ്ങാതെ കരസേനകൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നത് മേഖലയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. അമേരിക്കൻ സൈന്യം തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലേക്ക് കൂടുതൽ അടുപ്പിച്ചത് ഇറാനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ശത്രുക്കൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാന്റെ ഏതെങ്കിലും ദ്വീപ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അതിന് പിന്തുണ നൽകുന്ന പ്രാദേശിക രാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഭീഷണി. നിലവിൽ ഗാർഗ് ദ്വീപിനെ ഉപരോധത്തിലൂടെ തളച്ചിടണമോ അതോ നേരിട്ട് സൈനികരെ ഇറക്കി പിടിച്ചെടുക്കണമോ എന്ന കാര്യത്തിൽ അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ ചർച്ചകൾ സജീവമാണ്. US സൈന്യം ദ്വീപിനെ നിശിതമായി നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ ചതിക്കുഴികൾ മറികടന്ന് മുന്നേറുന്നത് വലിയ അപകടത്തിന് വഴിവെക്കുമെന്ന് വിദഗ്ധർ ഭയപ്പെടുന്നുണ്ട്. 5000 സൈനികരെ ആദ്യഘട്ടത്തിൽ തന്നെ ദ്വീപിന് ചുറ്റുമായി അമേരിക്ക വിന്യസിപ്പിച്ചിരുന്നെങ്കിലും ദ്വീപിനുള്ളിലേക്ക് കടക്കാൻ അമേരിക്കയ്ക്ക് ഇതുവരെ ധൈര്യം ലഭിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനിടെ സൈന്യത്തെ ഈ ദ്വീപ് കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങളിൽ നിന്ന് പിൻവലിക്കാനുള്ള തീരുമാനം പെന്റഗണിൽ നിന്ന് കൈക്കൊണ്ടിട്ടുണ്ട്. ഗാർഗ് ദ്വീപ് ഇറാൻ തീരത്ത് നിന്ന് വെറും 25 കിലോമീറ്റർ മാത്രം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇറാന് നേരിട്ടുള്ള സംരക്ഷണം ഏർപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ആക്രമണം കനക്കുമെന്നത് ഉറപ്പാണ്. അമേരിക്കൻ സൈന്യം ദ്വീപിലിറങ്ങിയാൽ ഇറാന്റെ തീരത്തു നിന്നുള്ള മിസൈലുകളെയും ഡ്രോണുകളെയും തടയുക എന്നത് വളരെ പ്രയാസകരമായിരിക്കുമെന്നത് ഉറപ്പാണ്. ട്രംപ് പറയുന്നത് യുദ്ധം അവസാനിച്ചുവെന്നാണ്. പക്ഷേ ട്രംപിന്റെ ഉദ്ദേശം ഇറാന്റെ സാമ്പത്തിക സ്രോതസ് കയ്യിലാക്കി അവരെ ചർച്ചയ്ക്ക് നിർബന്ധിപ്പിക്കുക എന്നതാണ്. ഇത് വിജയിച്ചാൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കിട്ടുമെന്നും അതുവഴിയുള്ള വ്യാപാരം നിയന്ത്രിക്കാമെന്നും അമേരിക്ക കണക്കുകൂട്ടുന്നുണ്ട്. ഒരുപക്ഷെ ഈ നീക്കം പരാജയപ്പെടുകയാണെങ്കിൽ അത് ആഗോള സാമ്പത്തിക തകർച്ചയ്ക്കും വലിയൊരു ലോകമഹായുദ്ധത്തിനും കാരണമായേക്കാമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 26 ദിവസം പിന്നിട്ട യുദ്ധത്തിൽ ഏറ്റവും നിർണായക നീക്കമാണ് അമേരിക്ക നടത്തുന്നതെന്നും പറയേണ്ടി വരും. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ സ്ഥിരാകേന്ദ്രമായ ഗാർഗ് ദ്വീപ് ലക്ഷ്യമിട്ട് US-ഉം ഇസ്രയേലും നടത്തിയ ആക്രമണമാണ് ഇറാനെ കൂടുതൽ പ്രകോപിതരാക്കിയത്. ശരാശരി 13 ലക്ഷം മുതൽ 16 ലക്ഷം വരെ ബാരൽ എണ്ണയാണ് പ്രതിദിനം ഇവിടെ നിന്ന് കയറ്റി പോകുന്നത്. 1.80 കോടി ബാരൽ കരുതൽ ശേഖരമായും സൂക്ഷിച്ചിട്ടുണ്ട്. ഗാർഗിനേൽക്കുന്ന ഏതൊരു ആക്രമണവും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെയാണ് ആദ്യം ബാധിക്കുക എന്നതുകൊണ്ട് ജീവൻ കളഞ്ഞും സംരക്ഷണം ഒരുക്കുക എന്നതാണ് ഇറാന്റെ നയമെന്നും കാണാൻ സാധിക്കും.